call is now taking host. Good morning, all. Good morning. Good morning. Morning. Yes, good morning. നമ്മള് കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? Good morning. വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലൊക്കെ ഡൗട്ടുകളുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കാണില്ല. എനിവേ ഉള്ളവരെ വായിച്ചു നോക്കി കാണും അല്ലെ? നന്നായിരിക്കും. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാട്ടോ. കാരണം നമ്മൾ ഒന്നിച്ച് വെക്കാനായിട്ട് ശ്രമിക്കാതെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. അപ്പൊ അതിനൊരു കണ്ടിന്യൂവേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ. നമ്മുടെ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ, കൺസെപ്റ്റും അതിന്റെ മീനിങ്ങും ജസ്റ്റ് മോഡലിന്റെ ഫസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അത് ഒരു വൈഡ് സ്കോപ്പാണെന്നുള്ള കാര്യം ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടി കാണാം. അതായത് ഏതൊരു ഓർഗനൈസേഷനിലും ഹ്യൂമൻ ബീയിങ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ എംപ്ലോയീസ് നല്ല എഫോർട്ടോടുകൂടി വർക്ക് ചെയ്താൽ മാത്രമാണ് ഏതൊരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ അല്ലെ, അവരുടെ റിസൾട്ടുകൾ എളുപ്പത്തിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതുമായി ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള ക്രമപ്പെടുത്തിയ അല്ലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട്. എംപ്ലോയീസിന് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അത് കസ്റ്റമേഴ്സിന് അതിനനുസരിച്ചിട്ട് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഫസ്റ്റ് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? മോക്ക് ടെസ്റ്റ് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ? ചെയ്തോ? ഇല്ല. ഓക്കെ, ഇന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും നമ്മള് ഒരു മിക്കവാറും എന്തായാലും 3 o'clock മുമ്പ് മോക്ക് ടെസ്റ്റ് വരും. അതാത് ദിവസത്തെ എടുക്കുന്നതിന്റെ. ഓക്കെ, ഏതായാലും നിങ്ങൾ ഫസ്റ്റ് ആദ്യത്തേക്ക് അറ്റൻഡ് ചെയ്ത് കാണാം. എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തോ? അറ്റൻഡ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നോ? ഈസി ആയിരുന്നോ? ഈസി ആയിരുന്നോ? ഓക്കെ, ഓക്കെ. നമുക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചു കാണാറില്ല. സോ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് എടുക്കാനുള്ളത് ദ ഹാർവാർഡ് മോഡലാണ്. സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, യെസ്, എല്ലാവരും എടുത്തു.
ഓക്കെ, ദ ഹാർവാർഡ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എഫക്റ്റീവ് ആക്കുക അല്ലെ, ഏതൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ മാക്സിമം എഫിഷ്യൻസി അവരുടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുക അല്ലെ. അങ്ങനെ നല്ല രീതിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ റിസൾട്ട് ചെയ്യാം. അത് എപ്പോഴും മൈൻഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഈ മോഡലിലും ഏത് രീതിയിലാണ് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുക അല്ലെ. One of the most significant and most influential model of HRM, the Harvard model, was initially developed by several experts led by Mikhail Beer in 1984 at Harvard University. ഓക്കെ, നമുക്കറിയാം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഇടയ്ക്ക് ചോദിച്ചു കാണാറുണ്ട് കേട്ടോ, ആരാണ് ഇത് ലീഡർഷിപ്പ് വഹിച്ചത് അല്ലെ. ഇവിടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ 1984 മിഖാൽ ബിയർ ആണ് ഈ ഹാർവാർഡ് മോഡൽ എന്ന ഒരു പ്ലാനിങ് അല്ലെ, ആ ഒരു രീതിയിൽ തീർച്ചയായിട്ടും HRM കൈകാര്യം ചെയ്തു വരുന്നത്. സോ അവരുടെ ഡെവലപ്മെന്റ് നോക്കാം, അവരെന്താണ് പ്രധാനമായിട്ടും താഴേക്ക് പറയുന്നതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കാം, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അത് പ്രധാനപ്പെട്ടതാണ്, ദെൻ മിഖാൽ ബിയർ പ്രധാനപ്പെട്ടതാണ്, ഇയറും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അത് പ്രധാനപ്പെട്ട അല്ലെ സിഗ്നിഫിക്കന്റ് മോഡൽ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മോഡലാണ് എന്തെന്ന് പറയുന്നത് ഹാർവാർഡ് മോഡൽ എന്ന് പറയുന്നത്. ഈ ഹാർവാർഡ് മോഡലില് പ്രതിപാദിക്കുന്നത് തീർച്ചയായിട്ടും പല കണ്ടന്റും കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് കുറച്ച് നമ്മൾ നേരത്തെ കണ്ട സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ് കാര്യങ്ങൾ മാത്രമല്ല അവിടെ കമ്പോണന്റ് ആയിട്ട് വരുന്നത്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയിയെ നല്ല രീതിയിൽ എഫിഷ്യൻസി ആക്കി എടുക്കുന്നത്. സോ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. മിഖാൽ ബിയർ ആണ് ലീഡർഷിപ്പ് വഹിച്ചിരിക്കുന്നത്. 1984 ഓർത്തുവെക്കാം. Harvard model is operating with 5 significant components. 5 പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് ഈ ഒരു ഹാർവാർഡ് മോഡലിൽ എടുത്ത് പറയുന്നത്. അതേതൊക്കെയാണ്? സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, HRM പോളിസീസ്, HRM ഔട്ട്കംസ് ആൻഡ് ലോങ് ടേം കോൺസിക്വൻസ് ദ ഓർഗനൈസേഷൻ ഈസ് സെറ്റ് ഔട്ട് ടു അക്കംപ്ലിഷ്. ഓക്കെ, നമുക്കറിയാം ഒരു റിസൾട്ട് ഏൺ ചെയ്യണമെങ്കിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോയാൽ ഓർഗനൈസേഷന്റെ റിസൾട്ട് എളുപ്പത്തിൽ ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എന്തൊക്കെയാണ് സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? അതായത് ഒരു ഓർഗനൈസേഷനിലെ ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറെ ഘടകങ്ങൾ അത് കാര്യക്ഷമമായിട്ട് തന്നെ അനലൈസ് ചെയ്തതിനു ശേഷം അതിന് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ നല്ലൊരു ഹൈറാർക്കി സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്യും അല്ലെ. ഒരു അതായത് മേലധികാരികൾ ഉണ്ടാവണം, അവർക്ക് കീഴിൽ അതിന് താഴെയുള്ള ഇൻ കേസ് ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്ന മാതിരി എന്താണ് ഹോസ്പിറ്റലിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരിൽ തന്നെ ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നവര്, ഹെഡ് നഴ്സുമാര്, ഇൻചാർജ് ഉള്ള നഴ്സുമാര്, സൂപ്പർവൈസേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറിയുള്ള നഴ്സുമാരുണ്ട് ഇല്ലേ? ശരിയല്ലേ? അങ്ങനെയുള്ളവരെ കാണാൻ സാധിക്കില്ലേ? അല്ലെ. അപ്പൊ അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഹൈറാർക്കി സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം എല്ലാ നഴ്സുമാരും വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് മേലധികാരികൾക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ റിപ്പോർട്ട്സും അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പവർ ഒക്കെ ഉണ്ട് അല്ലെ. അങ്ങനെ ഇന്റേണൽ ആയിട്ട് ഘടകങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ പലതരത്തിലുള്ള എന്താണ് ഹൈറാർക്കി സിസ്റ്റം ഫോളോ ചെയ്യുന്നു. സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു മേലധികാരിക്ക് എത്രത്തോളം ആളുകളെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക, അതിനൊക്കെ പരിധി നിശ്ചയിച്ചിട്ടുണ്ടോ? ഓർഗനൈസേഷനിൽ ഇതെല്ലാം ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഒക്കെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് എങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷൻ നല്ല സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. അത് ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ, സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആയിക്കോട്ടെ, അവിടെ എല്ലാം ഈ ഹൈറാർക്കി സിസ്റ്റംസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. മേലാധികാരികളുണ്ട്, കീഴുദ്യോഗസ്ഥന്മാരുണ്ട് അല്ലെ, അവിടെ ഫീൽഡ് വർക്കേഴ്സ് അങ്ങനെയൊക്കെയുള്ള വർക്കേഴ്സുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അധികാരങ്ങൾ അല്ലെ, ഇത്രയും ആൾക്കാരെ അധികാര പരിധി നിശ്ചയിക്കുന്നുണ്ടാവും. ഹൈറാർക്കി സിസ്റ്റം പോലെ തന്നെ സ്പാൻ ഓഫ് കൺട്രോൾ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടാവും. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അല്ലെ, അധികാരങ്ങളൊക്കെ വിട്ടു നൽകുന്നുണ്ടാവും. ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരല്ല അല്ലെ, കുറച്ചൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ടുള്ള പവർ സൂപ്പർവൈസേഴ്സിനും ഇൻചാർജുള്ള പേഴ്സൺസിനൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ടാവും. സോ അങ്ങനെയൊക്കെയുള്ള കുറെ സിസ്റ്റംസ് ഏതൊരു ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്നുണ്ടാവും. സോ അതൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും നമുക്കറിയാം റിസൾട്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറെ ഘടകങ്ങളുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ ഏതൊരു സർവീസ് ആയിക്കോട്ടെ, പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾക്ക് കസ്റ്റമേഴ്സ് വേണം.
അല്ലെ? അവിടെ മാർക്കറ്റ്, അവിടെ തീർച്ചയായിട്ടും മാർക്കറ്റ് വിപണനത്തിലേക്ക് എത്തുമ്പോൾ അതിന് ആവശ്യക്കാരുണ്ടാകും. സോ അതൊക്കെ ആവശ്യക്കാരുണ്ടോ എന്നൊക്കെ നല്ല രീതിയിൽ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ സർവീസ് ആണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും വിപണനത്തിലേക്ക് എത്തിക്കുന്നത്, അല്ലെ? തീർച്ചയായിട്ടും നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാവോ എന്നുള്ളത് കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്തതിനു ശേഷമാണ് സ്ഥാപനം നമ്മൾ ബിഗിൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങളിൽ ഒന്ന് പറയുന്നത് സിറ്റുവേഷൻ ഫാക്ടേഴ്സ്. ഒരു ഓർഗനൈസേഷനിൽ ഇന്റേണൽ ആയിട്ടുള്ള കുറെ ഘടകങ്ങളുണ്ട്, ദെൻ അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം തന്നെ ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്യണം. ദെൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? ഓക്കെ, ഏതൊരു ഓർഗനൈസേഷൻ നമ്മൾ എടുത്ത് നോക്കിയാലും തൊഴിലുടമ അദ്ദേഹം ഒരുപാട് ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവരുടെ സ്ഥാപനം കെട്ടിപ്പടുക്കുന്നത്. ദെൻ അവിടെ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട്, തൊഴിലുടമ എപ്പോഴും ഉണ്ടാവണമെന്നില്ല, മാനേജ്മെന്റ് ആയിരിക്കും അവിടെ പ്രവർത്തിക്കുന്നത് തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട്. തൊഴിലാളികളുടെ കുറെ സാലറി, മതിയായ സാലറിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ അവിടെ യൂണിയനുകളൊക്കെ ഇടപെടുന്നുണ്ടാവും, യൂണിയൻ നേതാക്കളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും. വലിയ വലിയ കമ്പനിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ്, ദെൻ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു, തൊഴിലുടമകളുണ്ട്, ദെൻ അതോടൊപ്പം തന്നെ തൊഴിലാളികളെ സപ്പോർട്ട് ചെയ്യാൻ യൂണിയനൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സോ ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ, അല്ലെ? അവിടെ ആകെപ്പാടി കോംപ്ലക്സ്, അവർ തമ്മിൽ പരസ്പരം തമ്മിൽ തല്ലുപിടിച്ചൊക്കെയാണ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം സ്മൂത്ത് ആയിട്ട് റിസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെ? അപ്പൊ അവിടെ എല്ലാവരുടെയും ഇൻട്രസ്റ്റ് പരസ്പരം യോജിച്ചു പോകുന്ന തക്കത്തിലാക്കിയെടുക്കണം, അല്ലെ? തൊഴിലുടമയുടെ ആ ഒരു ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് മാനേജ്മെന്റ് തീർച്ചയായിട്ടും എംപ്ലോയീസിനോടൊക്കെ കൈകാര്യം ചെയ്ത് പോകണം. എംപ്ലോയീസിന്റെയും ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് യൂണിയൻ നേതാക്കളൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു മീറ്റിംഗ് ഒക്കെ വിളിച്ചുകൂട്ടി, അല്ലെ? വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിച്ചു പോകേണ്ടതും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ശരിയാണോ? അങ്ങനെ വേണ്ടി വരുമോ? ഒരു സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ അത്തരത്തിൽ നല്ല രീതിയിൽ എല്ലാവരുടെയും ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതായിട്ട് വരുമോ? വേണ്ടി വരും, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക, വെറുതെ ഒരു ബിസിനസ് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് പോകില്ല. അതിന് പ്രധാനമായിട്ട് പല കാര്യങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോകേണ്ടതായിട്ട് വരും, അല്ലെ? സിറ്റുവേഷൻ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, അല്ലെ? അവിടെ വ്യത്യസ്ത തരത്തിലുള്ള എംപ്ലോയേഴ്സ്, യൂണിയൻ നേതാക്കളും മാനേജ്മെന്റ് ഒക്കെ ഉണ്ട്. എല്ലാവരുടെയും താല്പര്യങ്ങൾ പരമാവധി എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കത്തക്ക വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ HRM പോളിസീസ് നമുക്കറിയാം, അവിടെ തീർച്ചയായിട്ടും തൊഴിലാളികളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തൊഴിലാളികളെ സെലക്ഷൻ, അല്ലെ? നമ്മൾ റിക്രൂട്ട്മെന്റ് തലം തുടങ്ങി പെർഫോമൻസ് അനാലിസിസ് വരെ, അല്ലെ? അവിടെ സെലക്ഷനും ഇന്റർവ്യൂ നടത്തലും അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ, അപ്പോയിന്റ്മെന്റും എല്ലാ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകണം, അല്ലെ? നല്ല രീതിയിലുള്ള ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം, നല്ല രീതിയിൽ സെലക്ട് ചെയ്യണം, നല്ല രീതിയിൽ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ തന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യണം. then അവരുടെ വർക്ക് പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അതൊക്കെ ഓക്കെ ആണെങ്കിൽ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ നടപടികൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷൻ സ്മൂത്ത് ആയിട്ട് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകും. then HRM ഔട്ട്കംസ്. എന്താണ് HRM ഔട്ട്കംസിൽ പറയുന്നത്? ഓക്കെ, ഏതൊരു എംപ്ലോയിയും തീർച്ചയായിട്ടും നമുക്കറിയാം കഴിവുകൾ വർദ്ധിപ്പിച്ചെടുക്കണം, അല്ലെ? അവര് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ വന്നാലും അതിന് അനുയോജ്യമായിട്ടുള്ള എംപ്ലോയി ആക്കി എടുക്കണം, അല്ലെ? അപ്പൊ അവരുടെ ട്രെയിനിങ് അല്ലെങ്കിൽ സ്കില്ല്, നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആൻഡ് ലോങ് ടേം കോൺസിക്വൻസ്, അതുപോലെ തന്നെ നമുക്കറിയാം ഫ്യൂച്ചറിൽ വരുന്ന ഏതോ ഒരു കാര്യത്തിന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യത്തക്ക വിധത്തിൽ ആക്കിയെടുത്താൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ ബിസിനസ് നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും, പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം എന്താണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഈ ഹാർവാർഡ് മോഡലിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ പല ഘടകങ്ങള് അവിടെ കമ്പോണൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതിലെ പ്രധാനമായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നു. അവിടെയുള്ള എംപ്ലോയീസിന്റെയും എംപ്ലോയറുടെ യൂണിയൻ നേതാക്കളുടെയും മാനേജ്മെന്റിന്റെ ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയുന്നു. HRM പോളിസീസ്, നല്ല നല്ല നിയമങ്ങൾ, അല്ലെ? എല്ലാത്തിനും നല്ല നല്ല കാര്യക്ഷമമായിട്ടുള്ള നിയമങ്ങളെല്ലാം ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു. അങ്ങനെ നല്ല രീതിയിൽ ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുമ്പോൾ അവരുടെ സ്കില്ല്, നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഫ്യൂച്ചറിനെയും കൂടി നമ്മൾ ലക്ഷ്യമിട്ടുകൊണ്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷന് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് ഹാർവാർഡ് മോഡൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതിന്റെ സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്താണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് എന്താണെന്നൊന്നും ചോദിക്കില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. യെസ്, അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ആ ഇയർ,
ദെൻ ഏത് യൂണിവേഴ്സിറ്റി ആണ്, ആരാണ് ലീഡ് ചെയ്തിരിക്കുന്നത്, ദെൻ അതേപോലെ തന്നെ ഇതിലെ 5 കമ്പോണൻസ് എന്തൊക്കെയാണ്. അതിലെ 5 കമ്പോണൻസ്: സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, HRM പോളിസീസ്, ദെൻ HRM ഔട്ട്കംസ് ആൻഡ് ലോങ് ടേം കോൺസിക്വൻസസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. അടുത്തൊരു മോഡൽ, ഗസ്റ്റ് മോഡൽ. എന്താണ് ഗസ്റ്റ് മോഡലിൽ പറയുന്നത്? നമ്മളെപ്പോഴും എംപ്ലോയീസിനെ നല്ല രീതിയിൽ ഏതൊരു ഓർഗനൈസേഷനും ഈ പറഞ്ഞ മാത്രം നേരത്തെ അവാർഡ് മോഡൽ പറഞ്ഞ മാത്രം എല്ലാവരും ഏതൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവിടെ ഈ പറഞ്ഞ മാത്രം നല്ല രീതിയിലുള്ള അല്ലെ സിറ്റുവേഷൻ ഫാക്ടേഴ്സും ഈ പറഞ്ഞ ഇൻട്രസ്റ്റുകളൊക്കെ താല്പര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തും നല്ല പോളിസികളും അല്ലെ നല്ല മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഒരു ഓർഗനൈസേഷൻ ബിൽഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊരു ഓർഗനൈസേഷനും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഗസ്റ്റ് മോഡലിൽ പറയുന്നത് അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി പോരാ, കുറച്ചും കൂടിയും കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യണം അല്ലെ. അവിടെ അത് മാത്രം പോരാന്നല്ല, എന്താണ് ഈ ഗസ്റ്റ് മോഡലിലെ പ്രിഫറൻസ് കൊടുക്കണേ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ദിസ് മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് ഗസ്റ്റ് ഇൻ 1997. ആ പേരുകൾ ഓർത്ത് വെക്കുക. ഗസ്റ്റ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഡേവിഡ് ഗസ്റ്റ് ആണ്. ഏത് ഇയറിലാണ്? 1997. ഓക്കെ, ഗസ്റ്റ് മോഡൽ ഡെവലപ്ഡ് ബൈ ഡേവിഡ് ഗസ്റ്റ് ഇൻ 1997. ഓക്കെ അല്ലേ? നോട്ട് ചെയ്തില്ലേ? ഓക്കെ, then നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ, then അടുത്തത് എന്താണ് പറയുന്നത്? ദിസ് മോഡൽ എംഫസിസ് ഓൺ ദ അസംപ്ഷൻ ദാറ്റ് the HR manager has a specific strategies to begin with, which demand certain practices and when executed will result in outcomes. ഓക്കെ, നമുക്കറിയാം അവിടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കങ്ങൾ കൂടി അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും നമുക്കറിയാം കുറെ പോളിസികളും അവർ കുറെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടൊക്കെ തന്നെയായിരിക്കും ഓർഗനൈസേഷൻസ് ബിഗിൻ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ റിസൾട്ട് കുറച്ചും കൂടി മെച്ചപ്പെടുത്താനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കും. അവിടെ പറയുന്നത് ദീസ് ഔട്ട്കംസ് ഇൻക്ലൂഡ് ബിഹേവിയറൽ പെർഫോമൻസ് റിലേറ്റഡ് ആൻഡ് ഫിനാൻഷ്യൽ റിവാർഡ്സ്. അതായത് എംപ്ലോയീസിനെ നമുക്ക് അറിയാം, തൊഴിലാളികൾ അല്ലെ, പഴയ കാലഘട്ടത്തിൽ 1997 ആലോചിച്ച് നോക്കാം. ആ ടൈമിലൊക്കെ എന്ന് പറയുമ്പോൾ തൊഴിലാളികൾക്ക് കൂടുതൽ ഫിനാൻസ് ഒക്കെ ഫണ്ടൊക്കെ കുറച്ചും കൂടി ആവശ്യമുള്ള ടൈമാണ് അല്ലെ. അപ്പൊ ആറ്റ് ടൈമിൽ ബിഹേവിയറൽ ആയിട്ട് അവരെ നോക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് സാലറി ഒക്കെ കൂട്ടി കൊടുക്കുക, ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും റിവാർഡ്സ് ഒക്കെ കൊടുക്കുക. അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് മോട്ടിവേഷൻ ലഭ്യമാണ് അല്ലെ, ഒരു പ്രചോദനം ഉൾക്കൊള്ളും, അവർ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യും. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ്, ഇത്രയും പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുന്ന ഒരു ബേസിക് പ്രൊഡക്ട്സിന്റെ ഒരു നിലവില് ഇൻ കേസ് ഒരു 10 പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നത്, ഇത്ര ടൈമിനുള്ള 10 പ്രൊഡക്റ്റ്, ഈ ടൈമിനുള്ളിൽ ഒരു 10-12 അല്ലെ അതിനേക്കാൾ അപ്പുറം ഒരു 12-15 ഒക്കെ പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും സാലറി നിങ്ങൾക്ക് ഇൻക്രീസ് ആണ് ഓരോ ടൈമില് അല്ലെ, അല്ലെങ്കിൽ ഓരോ ഡേയില് ഇൻ കേസ്, അല്ലെങ്കിൽ ഒരു വീക്കിലൊക്കെ ഇത്രയും പ്രൊജക്റ്റിന് അപ്പുറം നമ്മൾ എന്തെങ്കിലും അധികമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫിനാൻഷ്യലി ഇൻക്രിമെന്റ്സ് അവർ കൂട്ടി കൊടുക്കുക എന്നൊരു നിലപാട് സ്വീകരിക്കാൻ. തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ എന്താ പ്രത്യേകത? എഫിഷ്യന്റ് ആയിട്ട് കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് എംപ്ലോയീസ് വർക്ക് ചെയ്യാൻ തുടങ്ങും. തുടങ്ങോ? അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങാൻ സാധ്യതയുണ്ടോ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഗസ്റ്റ് മോഡലിൽ എടുത്ത് പറയുന്നത്. എന്താണ് ആ മോഡലിൽ എടുത്ത് പറയുന്നത്? ബിഹേവിയറൽ പെർഫോമൻസ് റിലേറ്റഡ് ബിഹേവിയറൽ പെർഫോമൻസ് റിലേറ്റഡ് ആൻഡ് ഫിനാൻഷ്യൽ റിവാർഡ്സ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും പറയാണ് ബിഹേവിയർ പെർഫോമൻസ് റിലേറ്റഡ് ആൻഡ് ഫിനാൻഷ്യൽ റിവാർഡ്സ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഒന്നും കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് ഗസ്റ്റ് മോഡലിൽ അതിപ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ ഗസ്റ്റ് മോഡലിൽ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ: ആരാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഡേവിഡ് ഗസ്റ്റ് ആണ്, 1997 ഇത് എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫിനാൻഷ്യൽ ആയിട്ട് അവർക്ക് റിവാർഡ്സ് കൊടുക്കുമ്പോൾ അവരുടെ എഫിഷ്യൻസി കുറച്ചും കൂടി വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ എടുത്ത് പറയുന്നത്. ഓക്കെ അല്ലേ? ഗസ്റ്റ് മോഡൽ പഠിക്കാൻ എളുപ്പമല്ലേ? ആണോ? ഓക്കെയാണ്. സ്പീഡ് കൂടുതലില്ലല്ലോ? സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ
ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ദ വാർവിക് മോഡലാണ്. എന്താണ് വാർവിക് മോഡലിൽ പറയുന്നത്? വാർവിക് മോഡൽ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പഠിച്ചുപോയ ഒരു മോഡലിന്റെ തന്നെ കുറച്ചും കൂടി വിശകലനാത്മകമായിട്ടുള്ള ഒരു രീതിയാണ്. ദ വാർവിക് HRM model was constructed by the researchers Chris Henry and Andrew M. Pettigrew at the University of Warwick in the early 1990s. ഓക്കെ, അപ്പൊ 1990s ഇതിന്റെയൊക്കെ ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. 1990s വാർവിക് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ റിസർച്ചേഴ്സിന്റെ പേരുകൾ പറയുന്നുണ്ട്, അല്ലെ, ഗവേഷണം നടത്തിയിരിക്കുന്ന വ്യക്തികളുടെ പേരുകൾ ക്രിസ് ഹെൻറി ആൻഡ് ആൻഡ്രൂ എം പെറ്റിഗ്രോ. യൂണിവേഴ്സിറ്റിയും പേരും പറയുന്നുണ്ട്, നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. വാർവിക് മോഡൽ ഏത് യൂണിവേഴ്സിറ്റിയാണ്? വാർവിക് എന്ന യൂണിവേഴ്സിറ്റിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, എന്താണ് അവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഡെവലപ്ഡ് ഫ്രം ദ ഹാർവാർഡ് മോഡൽ. ഇത് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ്. ഇത് വാർവിക് മോഡൽ എന്ന് പറയുന്നത് ഹാർവാർഡ് മോഡലിന്റെ കുറച്ചും കൂടി വികസിത രൂപമാണ്. അതായത് this HRM framework represents an analytical approach to HRM. നമ്മൾ നേരത്തെ കണ്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് സിഗ്നൽ, അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, HRM പോളിസി, HRM ഔട്ട്കംസ്, അതൊക്കെ വിശകലനാത്മകമായിട്ട് ഓരോന്നും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാം. തീർച്ചയായിട്ടും നമുക്കറിയാം, ഏതൊരു ഓർഗനൈസേഷന്റെയും വിജയത്തിലേക്ക് എത്തിക്കുന്നത് എല്ലാ ഫാക്ടേഴ്സും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മൂവ് ചെയ്യും, അല്ലെ. നമ്മൾ ഈ പറഞ്ഞ ഹയറാർക്കി സിസ്റ്റം, സ്പാൻ ഓഫ് കൺട്രോളും ഡെലഗേഷൻ ഓഫ് അതോറിറ്റി, അല്ലെ, അതുപോലെ തന്നെ അവിടെയുള്ള എംപ്ലോയീസിന്റെയും എംപ്ലോയറുടെയും യൂണിയന്റെ ഒക്കെ നല്ല രീതിയിലുള്ള, അല്ലെ, കോർപ്പറേഷൻ നല്ല രീതിയിൽ അവരുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുക, നല്ല രീതിയിലുള്ള പോളിസികൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതേമാതിരി തന്നെ എപ്പോഴും, അല്ലെ, ഇൻ കേസ് പൂറായിട്ട്, അല്ലെ, നമ്മൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പൂറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക. അങ്ങനെ എംപ്ലോയീസിന്റെ ഒക്കെ സ്കിൽ നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ഫ്യൂച്ചറായിട്ട് വരുന്ന ഏതൊരു കാര്യത്തിനെ നേരിടാനായിട്ടുള്ള സജ്ജമാക്കിയിരിക്കുന്ന നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വാർത്തെടുക്കുക, അല്ലെ. അതില് ഏതോ ഒരു ഫാക്ടേഴ്സിനെ കുറച്ചും കൂടി അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സമീപനത്തോടെ എടുക്കുന്നതാണ് വാർവിക് മോഡലിൽ ചെയ്യുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്, വാർവിക് മോഡല് എന്ത്, അല്ലെ, ഏത് തരത്തിൽ ഡെവലപ്ഡ് ഫ്രം വിച്ച് മോഡൽ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പൊ ഏത് മോഡലാണ്? ഹാർവാർഡ് മോഡലിന്റെ ഡെവലപ്മെന്റ് ആണ് ഈ വാർവിക് മോഡലില് എടുത്ത് കാണിക്കുന്നത്. ഓക്കെ, 1990s ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് അവിടെ റിസർച്ചേഴ്സിന്റെ പേരുകളും ക്രിസ് ഹെൻറി ആൻഡ് ആൻഡ്രൂ എം പെറ്റിഗ്രോ, അല്ലെ. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോകും. മോഡൽസ് എല്ലാം ഓക്കെയാണോ? ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക, ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM. ഓക്കെ, HRMത്തിന്റെ ലക്ഷ്യങ്ങൾ നമ്മളിത് കണ്ടു, ഇല്ല, ഈ കാര്യങ്ങളൊക്കെ, അല്ലെ. അവിടെയുള്ള എംപ്ലോയീസിനെ നല്ല കാര്യക്ഷമമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി, അല്ലെ. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് 7 point ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് HRM help the organization to attain its goal effectively and efficiently by providing competent and motivated employees. ഓക്കെ, ഏതൊരു HRMലെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് അറിയാം, അവിടെയുള്ള എംപ്ലോയീസിനെ നല്ല കാര്യക്ഷമമാക്കുക എന്നുള്ള പ്രധാന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ആ ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നത്. എംപ്ലോയീസ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്കറിയാം റിസൾട്ട് ഏൺ ചെയ്യാനായിട്ട്, എളുപ്പത്തിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ. അപ്പൊ എംപ്ലോയീസിനെ, അല്ലെ, നമുക്കറിയാം, ബൈ പ്രൊവൈഡിങ് കോമ്പിറ്റന്റ് ആൻഡ് മോട്ടിവേറ്റഡ് എംപ്ലോയീസ്, അല്ലെ, എംപ്ലോയീസിന് നല്ല രീതിയിൽ പ്രചോദനം കൊടുത്ത് നല്ല രീതിയിൽ വെല്ലുവിളികളെയൊക്കെ ഫേസ് ചെയ്യത്തക്ക വിധത്തിൽ സഫീഷ്യന്റ് ആക്കി എംപ്ലോയിയെ, അല്ലെ, എഫിഷ്യന്റ് ആക്കി മാറ്റുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നത് HRM ഡിപ്പാർട്ട്മെന്റ് ആണ്.
സോ മെയിൻ ആയിട്ടുള്ള ഒരു എയിമാണ് ടു ഹെൽപ് ദ ഓർഗനൈസേഷൻ ടു അറ്റൈൻ ഇറ്റ്സ് ഗോൾ അല്ലെ, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ഫലപ്രദമാക്കി അല്ലെ നല്ല എഫിഷ്യന്റ് ആക്കി എടുക്കുക. പലതരത്തിലുള്ള മോട്ടിവേഷൻ ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് നല്ല കാര്യക്ഷമമായിട്ടുള്ള എംപ്ലോയീസ് ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓക്കെ ആണോ? ഓക്കെയാണോ? ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓക്കെയാണോ? അടുത്ത എന്തെങ്കിലും ലക്ഷ്യങ്ങളോ നിങ്ങൾ തന്നെ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എന്തൊക്കെ ലക്ഷ്യങ്ങളായിരിക്കും? HR അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അല്ലെ അവിടെ ആ എംപ്ലോയർ HR എന്നൊരു ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധ്യത തരുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷ്യങ്ങൾ വെച്ചിട്ടായിരിക്കും പ്രവർത്തിപ്പിക്കുന്നത്? എംപ്ലോയീസിനെ കാര്യക്ഷമമാക്കാനാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ ഉള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യണം? ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം അല്ലെ. എല്ലാ എംപ്ലോയീസിനെയും നമ്മൾ എഫിഷ്യന്റ് ആക്കി എടുക്കണം. ഉള്ളത് എത്രത്തോളം ആണോ എംപ്ലോയീസ് ഉള്ളത് ആ എല്ലാ എംപ്ലോയീസിനെയും നമ്മൾ എഫിഷ്യന്റ് ആക്കണം. അപ്പൊ അതും ശ്രദ്ധിക്കുക. ടു യൂട്ടിലൈസ് ദ അവൈലബിൾ ഹ്യൂമൻ റിസോഴ്സ് എഫക്റ്റീവ്ലി അല്ലെ. എത്രത്തോളം എംപ്ലോയീസ് അവിടെയുണ്ടോ അവരെ എല്ലാവരും ഫലപ്രദമാക്കി. ഒന്നോ രണ്ടോ എംപ്ലോയീസിനെ അല്ല നമ്മൾ കാര്യക്ഷമമാക്കി കൊണ്ടുവരേണ്ടത്, എല്ലാ എംപ്ലോയീസിനെയും നമ്മൾ ഫലപ്രദമാക്കി കൊണ്ടുവരിക. Okay, but next objective is to utilize the available human resources effectively. Then third, to provide an organization with a well-trained and well-motivated employees. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം എഫിഷ്യന്റ് ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിന് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കണം അല്ലെ, അവർക്ക് നല്ലൊരു പ്രചോദനം കിട്ടണം. എന്നാൽ മാത്രമാണ് അവരെ ഹാർഡ് വർക്ക് ചെയ്യുള്ളൂ, ഒരു സിൻസിയർ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യുള്ളൂ. ഈ നല്ല മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്കറിയാം പേടി കൂടാതെ സ്ട്രെസ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കിട്ടണം അല്ലെ. നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടി അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അന്തരീക്ഷം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. സോ അവിടെ ടു പ്രൊവൈഡ് ഓർഗനൈസേഷൻ വിത്ത് വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടണം. അങ്ങനെ നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ അവരെ ആത്മാർത്ഥമായിട്ട്, അത് മാത്രമല്ല വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെ നമ്മൾ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആക്കിയെടുക്കുക എന്നുള്ളതും HRMന്റെ ലക്ഷ്യം തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലക്ഷ്യങ്ങൾ നമ്മൾ കണ്ടു. എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ്ലി ആക്കുക. ദെൻ ഉള്ള ഹ്യൂമൻ റിസോഴ്സസ് മുഴുവനായിട്ട് എഫിഷ്യന്റ് ആക്കി എടുക്കുക. ദെൻ തേർഡ് നമ്മൾ കണ്ടു എന്താണ് വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ആക്കി മാറ്റിയെടുക്കുക. Then to increase the employees' satisfaction and self-actualization. Employees എപ്പോഴാ സാറ്റിസ്ഫൈഡ് ആവുക? നമ്മളൊരു ഏതെങ്കിലും ഒരു ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആവുന്നത് എപ്പോഴാ? അവര് അല്ലെ അവര് ചെലവഴിക്കുന്ന സമയത്തിനനുസരിച്ച്, അവര് വർക്ക് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് റിട്ടേൺ കിട്ടുമ്പോൾ അല്ലെ, നല്ല രീതിയിലുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷം അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെ, നല്ല എല്ലാവരും പരസ്പരമായിട്ട് നല്ല കോപ്പറേറ്റീവ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അല്ലെ, പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഓരോ എംപ്ലോയിയും സാറ്റിസ്ഫൈഡ് ആകുന്നത് അല്ലെ. അപ്പൊ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അതൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് HRM ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ അതേപോലെ തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ, അവർക്ക് ഒരു ആത്മവിശ്വാസമാണ് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ പേടി കൂടാതെ തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആകുമ്പോൾ അവർക്ക് പേടിയൊന്നും കൂടാതെ തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഇല്ലേ? ശരിയല്ലേ? ഒരു ട്രെയിനിങ്ങും കിട്ടാതെ നമ്മുടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രമായിട്ട് ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭയങ്കര പേടിയായിരിക്കില്ലേ? ആയിരിക്കുമോ? യെസ്. അപ്പൊ എന്തെങ്കിലും ഒരു ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ അല്ലെ, ഫ്രഷേഴ്സിനൊക്കെ കുറച്ച് ടൈം ട്രെയിനിങ് കിട്ടുക, അതല്ല ഇങ്ങനെ പുതിയ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുക്കുക എംപ്ലോയീസിന്. അങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേക, അവർക്ക് സ്വയം പര്യാപ്തതയോട് കൂടിയിട്ട് അല്ലെ, ഒരു പേടിയൊന്നും കൂടാതെ തന്നെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മറ്റൊരു ലക്ഷ്യം ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഓക്കെ, ജീവിത നിലവാരം ഉയർത്താനായിട്ടും അവർക്ക് അവസരം കൊടുക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഫ്രഞ്ച് ബെനഫിഷ്യൽ പാക്കേജ് അല്ലെ, ബേസിക് സാലറിക്ക് അപ്പുറമായിട്ട് കൊടുക്കുന്ന പാക്കേജുകളാണ് ഈ പറഞ്ഞ മാതിരി
എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷനുകളും അല്ലെങ്കിൽ നമ്മളിപ്പോ മെഡിക്കൽ അലവൻസോ അല്ലെ ട്രാവലിംഗ് അലവൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബേസിക് സാലറിക്ക് അപ്പുറമായിട്ടുള്ള എന്തെങ്കിലും അലവൻസുകളാണ്. സോ അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് നല്ല രീതിയിൽ ജീവിത നിലവാരം പുലർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും അല്ലെ. ചെലവുകളൊക്കെ നല്ല രീതിയിൽ വലിയ ടെൻഷൻ ഒന്നും ഇല്ലാതെ കിട്ടുന്ന സാലറിക്ക് അപ്പുറം കുറെ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കിട്ടുമ്പോൾ അവരുടെ ലൈഫിൽ അല്ലെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. സോ അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്തുകൊണ്ടാവും? മിക്കവാറും വരുന്ന എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയ പ്രത്യേകത എന്താ? അവർ നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യാം, അങ്ങനെ റിസൾട്ട് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. സോ HRM ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെല്ലാം അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക. അപ്പൊ HRMന് പലതരത്തിലുള്ള ഉദ്ദേശമുണ്ട് അവിടെ പ്രവർത്തിക്കുന്നതിന്. അവിടെ പ്രവർത്തിക്കുമ്പോൾ എഫിഷ്യന്റ് ആക്കി മാറ്റിയെടുക്കുക. എഫിഷ്യന്റ് ആക്കി മാറ്റിയെടുക്കുന്നതിന് കുറെ മോട്ടിവേഷൻസ് കൊടുക്കണം, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷൻസ് പ്രൊവൈഡ് കൊടുക്കണം, നല്ല ട്രെയിനിങ് കൊടുക്കണം അല്ലെ. എല്ലാ തരത്തിലുള്ള ഹ്യൂമൻ ബീയിങ്ങിന്റെ എല്ലാ തരത്തിലുള്ള എംപ്ലോയീസിന്റെ എല്ലാ റിസോഴ്സസുകളും പരമാവധി യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ പലതരത്തിലുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് HRM ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ടു കമ്മ്യൂണിക്കേറ്റ് HR പോളിസീസ് ടു ഓൾ എംപ്ലോയീസ്. ഓക്കെ, നിയമങ്ങൾ നമ്മൾക്ക് അറിയാം, ഏതൊരു ഓർഗനൈസേഷനും അതിൻ്റെതായിട്ടുള്ള കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. സോ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അല്ലെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാവരിലേക്കും ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ പോളിസിയാണോ ആ നിയമങ്ങളെല്ലാം തന്നെ പാലിച്ചു പോകാനൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഒരുക്കി കൊടുക്കുന്നു. ടു ഇൻക്രീസ് ടു ദ ഫുള്ളസ്റ്റ് the employees job satisfaction and self-actualization. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിൽ പ്രധാനമായിട്ടും എഫിഷ്യന്റ് ആക്കി മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന് ഫലപ്രദമായ രീതിയിൽ സാറ്റിസ്ഫൈഡ് ആക്കുക, സെൽഫ് ആക്ച്വലൈസേഷൻ അവർക്ക് നേടി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നല്ല കമ്മിറ്റ്മെന്റോട് കൂടി വർക്ക് ചെയ്യും. അവർ നന്നായിട്ട് കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ലെ, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? ഓർഗനൈസേഷന്റെ റിസൾട്ട് ഏൺ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ ലക്ഷ്യങ്ങൾ, ഈ ഒബ്ജക്റ്റീവ്സ് നമുക്ക് 1 by 1 ആയിട്ട് അറിയാവുന്നതാണ്. ഏതെങ്കിലും ഒരെണ്ണം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഓക്കെ അല്ലേ? വിവരിച്ച് പറയേണ്ടതുണ്ടോ? വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത് എങ്ങനെയായിരിക്കും കേട്ടോ. ഹൂ ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് വർക്ക്. ആരായിരിക്കും നമ്മുടെ ഓപ്ഷനിൽ? HRM ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM മാനേജർ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതില് ക്ലിക്ക് ചെയ്യുക. കാരണം അവരാണ് ഇതെല്ലാം തന്നെ ഒരുക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ഹൂ പ്രൊവൈഡ് ഓർഗനൈസേഷൻ വിത്ത് വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. Fifth one, to develop and maintain the quality of work life. To develop and maintain quality of work life എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ വികസിപ്പിച്ചു കൊണ്ടുവരാം. HRM ഡിപ്പാർട്ട്മെന്റ് ഇപ്പോ എംപ്ലോയീസിന് ട്രാവൽ ചെയ്യാനായിട്ട് ഇപ്പോ ആ ഓർഗനൈസേഷനിൽ എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോ അവിടെ മതിയായ രീതിയിലുള്ള ബസ് സർവീസ് ഒന്നും ഇല്ല എങ്കിൽ ഒരുപാട് എംപ്ലോയീസിന് അങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഗ്രാമപ്രദേശത്തൊക്കെ ചില ഫാക്ടറികളൊക്കെ എങ്ങനെയായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇവരൊരു ട്രാവലിംഗ് സർവീസ് കൊടുക്കും അല്ലെ. അവിടെ നിന്ന് എംപ്ലോയീസിനൊക്കെ പിക്ക് ചെയ്ത് എന്താണ് ആ ഫാക്ടറിയിലേക്ക് എത്തിക്കൊക്കെ തക്ക വിധത്തിലുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, അവർക്ക് സാലറി ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു ചെലവും കൂടി അധിക ചെലവ് അവർക്ക് വരുന്നില്ല അല്ലെ. അതിനുള്ള സാഹചര്യങ്ങള് കമ്പനി തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, അവരുടെ ജീവിത നിലവാരം അവർക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും. കാരണം അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ 1, 2, 3 ബസ് കയറിയിട്ട് വേണമായിരിക്കും ആ ഫാക്ടറിയിൽ എത്തിപ്പെടാനായിട്ട്. അവരുടെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് തൊഴിലുടമയാണ് ഇങ്ങനെ ഒരു ബസ് സർവീസ്, ഇങ്ങനെ ഒരു ബസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, അവരെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നു. അത് ആരാ ചെയ്തു കൊടുക്കേണ്ടത്? HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. അവരുടെ ആവശ്യങ്ങൾ എന്താണ് കണ്ടറിഞ്ഞിട്ട് ആ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പാക്കേജുകൾസ് ഒക്കെ തൊഴിലുടമയോട് പറഞ്ഞ് റഫർ ചെയ്ത് അല്ലെ അവരുമായിട്ട് നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, ടു ഡെവലപ്പ് എന്തൊക്കെയാണ് അവരുടെ ആവശ്യം? ചില ഓർഗനൈസേഷനിലൊക്കെ ചില കമ്പനികളിലൊക്കെ കാറ്ററിംഗ് സർവീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഏത് ആവശ്യം വേണമെങ്കിലും അല്ലെ, എംപ്ലോയീസിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് വേണമെങ്കിലും അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടണം. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ് അതിന്റെ നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും. അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആയോ?
ഇപ്പോ കാരിയർ സർവീസ് ആണോ ഡെവലപ്പ് ചെയ്യുന്നത്, ട്രാവലിംഗിന് വേണ്ടിയിട്ട് ബസ് സർവീസ് ആണോ ഡെവലപ്പ് ചെയ്യേണ്ടത്, അങ്ങനെ ഏത് വേണമെങ്കിലും മെഡിക്കൽ അലവൻസോ അല്ലെ, അവരുടെ ആവശ്യം എന്താണോ അതനുസരിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് എംപ്ലോയീസിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് HRM ആണ്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ വർക്ക് ലൈഫ് ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് അത് ഉപകാരം ചെയ്യും. ഓക്കെ അല്ലേ? ഏതെങ്കിലും പോയിന്റ് ഓക്കെ അല്ലേ? ഓർത്ത് വെച്ചാൽ മതി, തൊഴിലാളികളെ അല്ലെ നല്ല എഫിഷ്യന്റ് ആക്കി എടുക്കുക. അതെപ്പോഴും ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, അവർക്ക് നല്ല കമ്മിറ്റ്മെന്റ് അല്ലെ, അവരിൽ നിന്ന് നല്ല കമ്മിറ്റ്മെന്റ് ഓർഗനൈസേഷനിലേക്ക് എത്തിക്കുക, ദെൻ അങ്ങനെ റിസൾട്ട് ഏൺ ചെയ്യുക. അതാണ് പ്രധാനമായിട്ട് HRM ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. സാലറി, ഒരു കൂട്ടർക്ക് ചിലപ്പോൾ ട്രാവലിംഗ് സൗകര്യത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഈ പറഞ്ഞ ഫാക്ടറിയുടെ അടുത്ത് താമസിക്കുന്നവരുണ്ടാവും, അവർക്ക് ഈ പറഞ്ഞ ട്രാവലിംഗ് സൗകര്യങ്ങളുടെ ആവശ്യമില്ല. ഇതേസമയം അങ്ങനെ താമസിക്കുന്നത് അതിൽ താമസിക്കുന്നവർക്ക് അതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല, എന്നാൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കൊടുക്കണം. ഇവിടെ ലാസ്റ്റ് പോയിന്റ് പറയാം. To increase to the fullest the employees' job satisfaction and self-actualization. To increase the fullest of employees' job satisfaction എന്ന് പറയുമ്പോൾ ജോലി സംതൃപ്തി അല്ലെ, ഏതൊരു എംപ്ലോയീസിന്റെയും സംതൃപ്തി പൂർണ്ണമായിട്ട് നമ്മൾ പറഞ്ഞു എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയെന്ന് വരിക. ഓൾമോസ്റ്റ് എല്ലാവരുടെയും ആഗ്രഹത്തിന് അനുയോജ്യമായ ഡിസിഷൻസ് എടുക്കാനേ പറ്റുന്നു. അപ്പൊ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഗ്രഹിച്ച് അല്ലെ, ഒരു ഭൂരിഭാഗം വ്യക്തികൾക്കും താല്പര്യമുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ അതേപോലെ തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സ്വയം ബോധവൽക്കരണം അല്ലെ, അവർക്ക് സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇൻ കേസ് ഒരു ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ പുതുമ നിറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് പേടി കൂടാതെ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പേടി കൂടാതെ വർക്ക് ചെയ്താലുള്ള പ്രത്യേകത എന്താണ്, വലിയ ആബ്സെന്റീസ് ഒന്നും ഇല്ലാതെ തന്നെ വർക്കേഴ്സ് എപ്പോഴും ഡ്യൂട്ടി ചെയ്യാനായിട്ട് തയ്യാറാവും, ആത്മാർത്ഥമായിട്ടൊക്കെ വർക്ക് ചെയ്യും. അപ്പൊ അതിനൊക്കെയുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്തൊക്കെ പറഞ്ഞു പോയതാണ്, ടെസ്റ്റ് മോഡലിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പോയതാണ്. ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. അത് ഏത് ഇയർ ആണെന്നും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണെന്നൊക്കെ പറയുന്നുണ്ട് ടെസ്റ്റ് മോഡലുകള്. പിന്നെ അതില് പ്രിഫറൻസ് കൊടുക്കുന്നത് എന്താണ്, ബിഹേവിയറൽ ആയിട്ട് പെർഫോമൻസ് റിലേറ്റഡ് ആൻഡ് ഫിനാൻഷ്യൽ റിവാർഡ്സിനാണ്. നമ്മൾ ഓപ്ഷനിൽ കാണും അല്ലെ, എന്താണ് ഗസ്റ്റ് മോഡലിൽ പ്രിഫറൻസ് കൊടുക്കുന്നത്, ഫിനാൻഷ്യൽ റിവാർഡ്സും കാര്യങ്ങൾക്കാണ് പ്രിഫറൻസ് കൊടുത്തിട്ട് കൈകാര്യം ചെയ്യുന്നത്. then അതേപോലെ തന്നെ നമ്മുടെ 1997 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഡേവിഡ് ഗസ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. then എന്താണ് ഹവാർഡ് മോഡലും ചോദിച്ചിരുന്നു അല്ലെ. ഹാർവാർഡ് മോഡലിൽ നമ്മൾ പറഞ്ഞത് സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻട്രസ്റ്റ്, HRM പോളിസീസ്, HRM ഔട്ട്കംസ് ആൻഡ് ലോങ് ടേം കോൺസിക്വൻസ് ഓർഗനൈസേഷൻ ഈസ് സെറ്റ് അപ്പ് ഔട്ട് ടു അക്കംപ്ലിഷ്. അതായത് ഓർഗനൈസേഷനിൽ റിസൾട്ട് ഏൺ ചെയ്യണമെങ്കിൽ എത്ര കമ്പോണൻസ് ആണ് അതിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നത്, ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻട്രസ്റ്റ്, HRM പോളിസീസ്. അത് ഓർഗനൈസേഷനുമായി ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഞാൻ ക്ലാസ്സിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ സമയം നമുക്ക് വിചാരിച്ച പോർഷൻസ് കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എനിവേ ക്ലാസ് കേൾക്കുക. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കാനും വേണ്ടിയിട്ടാണ് ക്ലാസ് റൂമില് നമ്മള് ക്ലാസ് തരുന്നുണ്ട്. സോ അത് പിറ്റേ ദിവസം ഏതെങ്കിലും സമയം നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഇരുന്ന് കേൾക്കാവുന്നതാണ്. അപ്പോ അത് കേട്ടിട്ട് കുറച്ചും കൂടി മനസ്സിലാക്കി എടുക്കാം. ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗങ്ങൾ ഇതാണ്. സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻട്രസ്റ്റ് അല്ലെ, സിഗ്നിഫിക്കന്റ് കമ്പോണൻസ് ഏതാണെന്ന് ചോദിച്ചു കാണാറുണ്ട്. അതേപോലെ തന്നെ ഇയർ 1984 ആണ്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആണ്. ദെൻ ഹാർവാർഡ് മോഡല് ആരാണ് ലീഡ് ചെയ്യുന്നത്, മിഷാൽ ബിയർ ആണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻസ് ആർക്ക് ചെയ്യേണ്ടത്? ക്ലിയർ അല്ലേ? 7th പോയിന്റ് ഒക്കെയാണോ? ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണോ?
ഒക്കെയാണ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തീർത്ത് പോയില്ലെങ്കിൽ നമ്മള് എന്താ പറയാ കുറെ പെൻഡിങ് ആയിരുന്നു. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ഇങ്ങനെ തന്നെ ക്ലിയർ ചെയ്ത് പോവാൻ എനിക്കും ഇഷ്ടം തന്നെയാണ്. കാരണം ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ഞങ്ങൾക്കും ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും അവിടെ ആരെങ്കിലൊക്കെ കേൾക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യവും കിട്ടും. സോ ഇങ്ങനെയൊക്കെ തന്നെ പോവാം. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സവിശേഷതകളാണ്. നമുക്ക് ഫസ്റ്റ് വൺ നമ്മൾ പറയുന്ന HRM റിക്രൂട്ട്സ്. ഓക്കെ, അവിടെ അതിന്റെ സ്വഭാവ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കറിയാം HRM ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലേ? ജസ്റ്റ് പറഞ്ഞു പോയില്ലേ? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്തായാലും നിങ്ങൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഫൈൻഡിങ് കാൻഡിഡേറ്റ്സ് ഫോർ ജോബ് അല്ലെ, ജോലിക്ക് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുക അല്ലേ? അതല്ലേ റിക്രൂട്ട്മെന്റ്? അപേക്ഷകള് കണ്ടെത്തുക, ഒരുപാട് അപേക്ഷകൾ കണ്ടെത്തുക. അത് മെയിൻ ആയിട്ടുള്ള ഒരു ജോലി കാര്യമാണ് അല്ലെ? HRM ഡിപ്പാർട്ട്മെന്റ് ആണ് റിക്രൂട്ട്മെന്റ് എവിടെ നടത്തണം, ക്യാമ്പസ് സെലക്ഷൻ വഴി നമുക്ക് ആപ്ലിക്കേഷൻസ് കണ്ടെത്തണോ, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് വഴി ആപ്ലിക്കേഷൻസ് കണ്ടെത്തണോ, ഏത് വഴിയിലാണ് കൂടുതൽ ആപ്ലിക്കേഷൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റുക? എന്താണ് കൂടുതൽ ആപ്ലിക്കേഷൻസ് കണ്ടെത്തിയാൽ എന്താ പ്രത്യേകത? നമുക്ക് നല്ല ബെസ്റ്റ് വണ്ണിനെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് പ്രധാന ഫംഗ്ഷൻ നിർവഹിക്കേണ്ടത് HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. HRM റിക്രൂട്ട്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിക്രൂട്ട്സ് or hires people to fill up the vacant positions of the organization. വേക്കൻസി എന്താണോ ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ്? ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് HRM റിക്രൂട്ട്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ാണോ? റിക്രൂട്ട്സ് or hires people to fill up the vacant position of the organization. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ്. നമ്മൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാം? അവർ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടെസ്റ്റ് കാര്യങ്ങൾ, ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യും ഇല്ലേ? നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വേക്കൻസിക്ക് ആണെങ്കിലും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അപേക്ഷ കൊടുത്ത ഉടനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കില്ല അല്ലെ? അവർ ഇന്റർവ്യൂവിനും ടെസ്റ്റ് കാര്യങ്ങൾക്കൊക്കെ വിളിക്കും. ഓക്കെ, അത് തന്നെയാണ് നെക്സ്റ്റ്. അതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് HRM ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നോക്കുക ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ്. HRM ടേക്സ് വേരിയസ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ് ടു സെലക്ട് പീപ്പിൾ. നിങ്ങൾക്ക് അറിയാം റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിലൊക്കെ ഇതൊക്കെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ട്. പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട് അല്ലെ? അവിടെ അച്ചീവ്മെന്റ് ടെസ്റ്റ്, അങ്ങനെ കുറെ ടെസ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇന്റർവ്യൂസിനെ കുറിച്ചിട്ടും പലതരത്തിലുള്ള ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട് അല്ലെ? പാനൽ ഇന്റർവ്യൂ, അങ്ങനെ ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ, അങ്ങനെ പലതരത്തിലുള്ള ഇന്റർവ്യൂ ഒക്കെ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കും. സോ ഏത് ഇന്റർവ്യൂ വേണമെങ്കിലും നമുക്ക് കണ്ടക്ട് ചെയ്യാം, ഏത് സെലക്ഷൻ രീതി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഓർഗനൈസേഷന് ഏറ്റവും സൂട്ടബിൾ ഏതാണോ, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതി ഏതാണോ അതനുസരിച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ഇന്റർവ്യൂ നടത്താം. ഓക്കെ, അതൊന്നും ഇന്നത് പറയുന്നില്ല. അപ്പൊ HRM ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ റിക്രൂട്ട്മെന്റ് നടപടികൾ സ്വീകരിക്കുക. സെക്കൻഡ് എന്ന് പറയുന്നത് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ. HRM ടേക്സ് വേരിയസ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ് ടു സെലക്ട് പീപ്പിൾ. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ ടെസ്റ്റ് നടത്തുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ ടെസ്റ്റുകൾ നടത്തുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് സെലക്ട് പീപ്പിൾ അല്ലെ? പീപ്പിൾസിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പീപ്പിൾസിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ ഒക്കെ ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ്. തേർഡ് വൺ എന്താ പറയുന്നത്? കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ്. നോക്കാം, HRM tries to communicate with the top management in helping to formulate their strategies to achieve organizational goals. ഓക്കെ, ഓർഗനൈസേഷണൽ ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യം നമ്മൾക്ക് കരസ്ഥമാക്കണം അല്ലെ? നമ്മളൊരു പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ ഇതിനെ പ്രൊഡക്റ്റ് കമ്പോളത്തിൽ വിപണനം ചെയ്യണം. ഇത്രയും പ്രൊഡക്റ്റ് ഉത്പാദിപ്പിച്ച് നമ്മൾ വിപണനം ചെയ്യണം എന്നായിരിക്കാം. സർവീസ് ഓറിയന്റഡ് ആണെങ്കിൽ ഇതിനെ ട്യൂഷൻ സെന്റർ നടത്താം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആവാം. ഓക്കെ, എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ സർവീസ് ഏതെങ്കിലും കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവാം അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇന്റർവ്യൂ ടെസ്റ്റും
റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ നമ്മളുടെ മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് അല്ലെ അവിടെ മുകളിലെ മേലധികാരികളുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്ന രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന നല്ല രീതിയിൽ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താൻ സാധിക്കും. ഇന്ന ആപ്ലിക്കേഷൻസ് ഫോം കൂടുതൽ കിട്ടുന്നത് ഈ രീതി അപ്ലൈ ചെയ്യുമ്പോഴാണ്. നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഈ രീതി അപ്ലൈ ചെയ്യാം. തീർച്ചയായിട്ടും അവിടെ ഒരു ആശയവിനിമയം നടത്തേണ്ടതുണ്ട് അല്ലെ. അപ്പൊ മാനേജ്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നത് ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. എംപ്ലോയീസിന് വേണ്ടിയിട്ട് നല്ല എംപ്ലോയീസിനെ കണ്ടെത്തി ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ആയിട്ട് ഇടനിലക്കാരനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. HR ട്രൈസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ് ഇൻ ഹെൽപ്പിംഗ് ടു ഫോർമുലേറ്റ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഗോൾസ്. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് തന്ത്രപരമായിട്ടുള്ള ഫോർമുലാസ്, തന്ത്രപരമായിട്ടുള്ള രീതികളൊക്കെ മനസ്സിലാക്കി കണ്ടെത്തിയിട്ട് ടോപ്പ് മാനേജ്മെന്റ് ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? 3 പോയിന്റും ഒക്കെയാണോ? ഫോർത്ത് വൺ നമുക്ക് അറേഞ്ചസ് ട്രെയിനിങ്. ഓക്കെ, അവരെ നമ്മൾ കണ്ടെത്തി അല്ലെ, നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ആപ്ലിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് ലെവലിലെ ആപ്ലിക്കേഷൻസ് കണ്ടെത്തി, സെലക്ഷനും ഇന്റർവ്യൂ ഒക്കെ നടത്തി, അതിനനുസരിച്ചിട്ട് എംപ്ലോയീസ് ഒക്കെ മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അവർക്ക് ഇൻ കേസ് നമുക്കറിയാം ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ്? ഒരുപാട് കോസ്റ്റ് ചെലവഴിക്കാതെ തന്നെ അവർക്ക് ട്രെയിനിങ് എങ്ങനെ കൊടുക്കാൻ പറ്റും? വേണമെങ്കിൽ ജോലിയോടൊപ്പം തന്നെ അല്ലെ അവിടെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സെപ്പറേറ്റ് അവർക്ക് വേണ്ടി മാത്രം ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് അവൈലബിൾ ആക്കേണ്ടത്? തീർച്ചയായിട്ടും അതൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത് HR ആണ്. HRM gives or arranges training programs to improve the skills of the employees. ഓക്കെ, എംപ്ലോയിയുടെ നമുക്കറിയാം ട്രെയിനിങ് കിട്ടുമ്പോൾ അവരുടെ നോളജും സ്കില്ലൊക്കെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ട്രെയിനിങ് കിട്ടുമ്പോ ഏതൊരു എംപ്ലോയിയുടെയും സ്കില്ലും നോളജ് ഒക്കെ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഇൻക്രീസ് ചെയ്യും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ അത് തന്നെയാ പറയുന്നത്. നമുക്കറിയാം ഇംപ്രൂവ് ദ സ്കിൽസ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിയുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? ആ ട്രെയിനിങ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? ആരാ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്? HR ഡിപ്പാർട്ട്മെന്റ് അല്ലെ. HR മാനേജർ അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഗുഡ്. ദെൻ എക്സിറ്റ് ഇന്റർവ്യൂ. 6th one എന്ന് പറയുന്നത്, സോറി 5th one, evaluate the performance. Evaluate the performance. Okay, evaluate the performance എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. പെർഫോമൻസ് പ്രൈസിൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഇവാലുവേറ്റ് ദ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുത്തു, എംപ്ലോയീസിന് അവിടെ പ്ലേസ്മെന്റ് ഒക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ മാറി നിൽക്കാം. നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞില്ല അല്ലെ. HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ല. പിന്നെ അവര് ഇവാലുവേറ്റ് ചെയ്യണം, ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ടോ, എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും അപാകതകളുണ്ടോ, കുറച്ചും കൂടി എന്തെങ്കിലും നോളജ് പകർന്നു കൊടുക്കേണ്ടതുണ്ടോ അല്ലെ. ഇൻ കേസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അപ്രിസിയേറ്റ് ചെയ്യിക്കാനും മടിക്കരുത് അല്ലെ. അവർക്ക് എന്തെങ്കിലും റിവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും HR ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിയുടെ പ്രകടനങ്ങൾ വിലയിരുത്തുന്നു. ആൻഡ് ഓൺ ദിസ് ഇവാലുവേഷൻ എംപ്ലോയി ഗെറ്റ് പ്രൊമോട്ടഡ്. ഈ ഇവാലുവേഷനിലൂടെ നമുക്കറിയാം, ഈ വിലയിരുത്തലിലൂടെ എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിവാർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇൻ കേസ് നന്നായിട്ട് വർക്ക് ചെയ്യാത്തവരെയാണെങ്കിൽ എന്തെങ്കിലും കൺട്രോളിംഗ് നടപടികളിലേക്കൊക്കെ ഏർപ്പെടുത്താം. കുറച്ചും കൂടി ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ രീതിയൊക്കെ അവലംബിക്കാം. അപ്പോ ഇവാലുവേഷൻ എന്ന പെർഫോമൻസ്, ഇവാലുവേഷൻ എന്ന പ്രക്രിയയും നടപ്പാക്കുന്നത് ആര് തന്നെയാണ്? HR മാനേജ്മെന്റ് തന്നെയാണ്. Then 6th, അതായത് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് എക്സിറ്റ് ഇന്റർവ്യൂ. എന്താണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്? അതൊന്ന് നോട്ട് ചെയ്തേരെ, കാരണം ഇതൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും. ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തി എളുപ്പം അല്ലെ നോട്ട് ചെയ്യാനായിട്ട് പറ്റും. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താണ്? HR എക്സിറ്റ് ഇന്റർവ്യൂസ് when an employee quits his job. ഈ ജോലി എത്തിച്ചു പോകാനായിട്ട് അല്ലെ. നമ്മൾ ഈ പറഞ്ഞ മാതിരി റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി സെലക്ഷനും ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതിരിക്കാൻ അവരെ ഈ ജോലി ഇട്ടിട്ട് പോയി. അപ്പൊ ഇട്ടിട്ട് പോകുമ്പോൾ എന്താണ് റീസൺ എന്നും കൂടി അത് അറിയാനുള്ള അധികാരം ആ ഒരു പരിധിയും അതിലാണ് HR ഡിപ്പാർട്ട്മെന്റ്. എന്തുകൊണ്ടാണ്? നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻസ് മോശമായത് കൊണ്ടാണ്, നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം അവർക്ക് മോശമായത് കൊണ്ടാണ്, നമ്മുടെ സാലറി പാക്കേജ് മോശമായത് കൊണ്ടാണ്, എന്തുകൊണ്ടാണ് ഇട്ടിട്ട് പോകാനായിട്ടുള്ള റീസൺ അല്ലെ. വലിയ വലിയ ഓർഗനൈസേഷനിലൊക്കെ നല്ല രീതിയിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒക്കെ ഇട്ടിട്ട് പോയാൽ വലിയൊരു തകർച്ച തന്നെയാണ് അല്ലെ. അവര് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് വലിയൊരു അസറ്റ് ആയിരിക്കും. സോ അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം
നമുക്കറിയാം പകരക്കാരെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അത്തരത്തില് അവർക്ക് എന്തുകൊണ്ടാണ് എന്ത് റീസണാലാണ് അവരത് ഉപേക്ഷിച്ചു പോയെന്നുള്ള കാര്യങ്ങൾ അറിയുന്നതാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് HRM takes exit interviews when an employee quits his job. ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. വെൻ ആൻ എംപ്ലോയി ക്വിറ്റ്സ് ഹിസ് ജോബ്, ആ ജോലി ഇട്ടേച്ച് പോകുമ്പോഴുണ്ടാകുന്ന ഇന്റർവ്യൂ ആണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ്. 7th പോയിന്റ് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്? collect various suggestions. HRM tries to collect various suggestions from the employees. എംപ്ലോയീസ് പുതിയ എംപ്ലോയീസ് ഒക്കെയാണ് അവർ വർക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവർ ഓക്കെ ആണോ എന്ന് നമുക്ക് അറിയണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളുണ്ടോ, നിങ്ങൾ ഓക്കെ ആണോ? അപ്പൊ ചിലപ്പോ അവർ പറയും അല്ലെ ഇന്ന നമ്മള് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നമുക്ക് ഇച്ചിരി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻ കേസ് ഈ വർക്കിംഗ് കണ്ടീഷൻ അല്ലെ ഈ അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ ശരിയല്ല, അല്ലെ നമുക്കൊരു ഫാനിന്റെ സൗകര്യം വേണം, അങ്ങനെ എന്തെങ്കിലും. എനിവേ എംപ്ലോയീസിന് പലതരത്തിലുള്ള റീസൺസ് അവിടെ പങ്കുവെക്കാനുണ്ടാകും. സോ ആ സജഷൻസ് എല്ലാം തന്നെ കളക്ട് ചെയ്യേണ്ടതും HR മാനേജ്മെന്റ് ആണ്. HRM tries to collect various suggestions from the employees. നിർദ്ദേശങ്ങളെല്ലാം കണ്ടെത്തുക അല്ലെ, അത് കളക്ട് ചെയ്യുന്നതും HR മാനേജ്മെന്റ് ആണ്. 8th പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ helps the organizations top management to implement various techniques. Help the organizations top management to implement various techniques. അതായത് നമുക്കറിയാം ഒരിക്കലും HR മാനേജ്മെന്റിന് കുറെ കാര്യങ്ങൾ ഗ്രഹിക്കാന്ന് മാത്രം പറ്റുള്ളൂ അല്ലെ. അത് തീർച്ചയായിട്ടും അവിടെ മാനേജ്മെന്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് മാത്രമാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. HR മാനേജ്മെന്റിന്റെ പല കാര്യങ്ങൾക്ക് അറിയാൻ സാധിക്കുമെങ്കിലും ചില പെർമിഷനൊക്കെ ഉണ്ടാകും, ചില നിലപാടുകളൊക്കെ സ്വീകരിക്കാനൊക്കെ ഉള്ള പെർമിഷനൊക്കെ ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിന്ന് തന്നെ അവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ടാവും. അതല്ലാതെ കുറെ കാര്യങ്ങളൊന്നും അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അധികാരങ്ങൾ ഉണ്ടാവും. അപ്പൊ അവര് തീർച്ചയായിട്ടും ടോപ്പ് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. HRM helps the organization top management in implementing various techniques to help the organization to go ahead. തീർച്ചയായിട്ടും ഇവരുടെ അല്ലെ എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാം അല്ലെ. അവിടെ തീർച്ചയായിട്ടും ടോപ്പ് മാനേജ്മെന്റിനോട് നിർദ്ദേശിക്കുന്നത് ആരായിരിക്കും? നമ്മുടെ HRM മാനേജ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ HRM ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. സോ വേരിയസ് ആയിട്ടുള്ള ടെക്നിക്സ് ഈ രീതി അല്ലെ ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് അല്ലെ അവരെ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ഏതെങ്കിലുമൊക്കെ രീതി വേണമെങ്കിൽ അപ്ലൈ ചെയ്യും. സോ അത് മനസ്സിലാക്കുന്നത് HRM ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ടോപ്പ് മാനേജ്മെന്റിനെ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതിന് HRM മാനേജ്മെന്റ് ആയിരിക്കും. ഓക്കെ, 8th പോയിന്റ് വരെ ഓക്കെയാണോ? 8th പോയിന്റ് വരെ ഓക്കെയാണോ? കുഴപ്പമില്ലല്ലോ, കണ്ടിന്യൂ ചെയ്യാലോ. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ എക്സിറ്റ് ഇന്റർവ്യൂ മാത്രമാണ് ഒരു ചെറിയൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. HR മാനേജ്മെന്റ് ഇതിന്റെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടാണ് എംപ്ലോയീസിനെ നന്നായിട്ട് അല്ലെ മോട്ടിവേറ്റ് ചെയ്ത് വർക്ക് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് 9th പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ അറേഞ്ച് വേരിയസ് വർക്ക്ഷോപ്സ്. എന്താണ് അറേഞ്ച് വേരിയസ് വർക്ക്ഷോപ്സ് എന്ന് പറയുന്നത്? HR can arrange various workshops to increase the knowledge of the employee. അവരുടെ നോളജും സ്കില്ലും വർദ്ധിക്കണമെങ്കിൽ എന്താ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്? ഏതൊരു എംപ്ലോയീസിന്റെ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് കൊടുക്കണമെന്നാണ് ഞാൻ എപ്പോഴും പറയാറ്? ട്രെയിനിങ് കൊടുക്കണം അല്ലെ. അപ്പൊ ഈ ട്രെയിനിങ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്?
നമ്മുടെ HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. അതാണ് പറയുന്നത് HRM can arrange various workshops to increase the knowledge of the employees. ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് ഒക്കെ സമ്പാദിക്കുന്നവർക്കൊക്കെ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ് കൊടുക്കണം അല്ലെ, ട്രെയിനിങ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. then arranges മീറ്റിംഗ്സ്, മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്യുന്നത്. HRM arranges various meetings and seminars to discuss the problems that the employees face in the organization. ഓക്കെ, തൊഴിലുടമയൊക്കെ അല്ലെ ഒന്നിച്ച് നിർത്തിയിട്ട് അവരുടെ പ്രോബ്ലംസ് ചിലപ്പോൾ വേണമെങ്കിൽ HRM ഡിപ്പാർട്ട്മെന്റ് ഒരുപക്ഷെ അല്ലെ മാനേജ്മെന്റിനോടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവാം. ഇവർക്ക് ഭയങ്കര ചൂടാണ്, ഭയങ്കര നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുറവാണ് എന്നൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഒരുപക്ഷെ ചിലപ്പോൾ കിട്ടുന്ന വരില്ല അല്ലെ, ഇടനിലക്കാരനാണ് HRM ഡിപ്പാർട്ട്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ചിലപ്പോൾ തൊഴിലുടമ കേട്ടെന്ന് വരില്ല. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചുകൂടി എംപ്ലോയീസിന്റെ നേരിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരുടെ സജഷൻസ് ഒക്കെ കൃത്യമായിട്ട് നേരിട്ട് മാനേജ്മെന്റിനെ ഗ്രഹിക്കാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും ആര് തന്നെയാണ് HRM ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ HRM മാനേജ്മെന്റ് ആണ്. അറേഞ്ച് മീറ്റിംഗ്സ്, HRM മാനേജർ അറേഞ്ചേഴ്സ് various meetings and seminars to discuss the problems that the employees face in the organization. ഓർഗനൈസേഷനിൽ എംപ്ലോയി ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള സെമിനാറോ മീറ്റിംഗ്സ് ഒക്കെ സംഘടിപ്പിക്കുന്നത് ആരാണ്? HRM മാനേജേഴ്സ് ആണ്. ഓക്കെ, 11th പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ടേക്ക് വേരിയസ് പ്രിക്വേഷൻസ്. നോക്കാം. HRM takes various precautions to prevent negligent hiring. ഓക്കെ, നമുക്കറിയാം അവിടെ മോശമായിട്ടുള്ള ഹയറിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതെല്ലാം അതിനനുസരിച്ചുള്ള മുൻകരുതലുകളൊക്കെ എടുക്കുന്നതും ആര് തന്നെയാണ്? HRM മാനേജ്മെന്റ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞ മാതിരി ആര് വേണമെങ്കിലും ചിലപ്പോൾ വേണമെങ്കിലും അല്ലെ ഡ്യൂട്ടിക്കൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ആപ്ലിക്കേഷൻസും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഒരുപക്ഷെ ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ നടപ്പാക്കുന്നുണ്ടാവാം. എങ്കിലും ചിലപ്പോഴെങ്കിലും പാർഷ്യാലിറ്റി അല്ലെ മാനേജ്മെന്റിന് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ അവരെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ സാധ്യതയൊക്കെ ഉണ്ട്. സോ അറ്റ് ദ ടൈമിലൊക്കെ നമുക്ക് മുൻകരുതലായിട്ട് അവരോട് പറയാം അല്ലെ, ഇന്ന ഹയറിംഗ് ഒക്കെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങും അല്ലെങ്കിൽ നോളജും സ്കില്ലും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതൊക്കെ ആണെങ്കിൽ അത് മുൻകൂട്ടി അത് അറിയിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കഴിവും കൂടി ആർക്കുണ്ടാവും? നമ്മുടെ HRM മാനേജ്മെന്റ് ഉണ്ട്. വേരിയസ് പ്രിക്വേഷൻസ് അല്ലെ, മുൻകരുതലുകൾ എടുക്കാം. HRM takes various precautions to prevent negligent hiring. എന്തെങ്കിലും തെറ്റായ ഹയറിംഗ് ഉണ്ടെങ്കിൽ അതിന് പ്രിവെൻഷൻ എടുക്കാനായിട്ടുള്ള കാര്യം കൂടി ആർക്കുണ്ട്? HRM മാനേജ്മെന്റിനുണ്ട്. then 12th point നോക്കാം. gives job specification of employee. ഓക്കെ, നമുക്കറിയാം ഒരു വേക്കൻസി എന്ന് പറയുമ്പോൾ ഒരു വലിയ വലിയ കമ്പനികളാവുമ്പോൾ നമുക്കറിയാം എവിടെയാണെങ്കിലും അല്ലെ, ഫാക്ടറി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും ഒരുപാട് വലിയ വലിയ സ്ഥാപനമൊക്കെ ആണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകൾ വരാം അല്ലെ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവിടെ ചിലപ്പോൾ സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റിലായിരിക്കാം, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. അതേസമയം സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നത് അവിടെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെ ടെക്നിക്കൽ സ്റ്റാഫിനായിരിക്കാം, റിസപ്ഷനിസ്റ്റിനായിരിക്കാം, നഴ്സുമാർക്കായിരിക്കും, എവിടെ വേണമെങ്കിലും വേക്കൻസി വരാം അല്ലെ. അപ്പൊ ഈ വേക്കൻസി എന്ന് പറയുന്നത് ആ വേക്കൻസിക്ക് എന്താണോ ആവശ്യമായിട്ടുള്ള എംപ്ലോയി അവരെയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് അല്ലെ. ആ വേക്കൻസിക്ക് അനുയോജ്യമായിട്ടുള്ള സ്കില്ല് നോളജ് ഉള്ള പേഴ്സണെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറയാണ് gives job specification of employee. HRM gives the job specification of every employee and the requirements that an employee needs to do it. അതായത് ജോലിയുടെ പ്രത്യേകത എന്താണ്? ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജോലിയുടെ പ്രത്യേകത ഇന്ന ഡ്യൂട്ടീസ് ഉണ്ട്, ഇന്ന റിസ്കുകൾ ഈ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെ, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഈ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടതെന്ന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നത് ആരാണ്? HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള എംപ്ലോയീസ് ആണ് നമുക്ക് അറിയേണ്ടത്. അതായത് ആപ്ലിക്കേഷൻസ് ഒക്കെ ഹയർ ചെയ്ത് നമ്മൾ സെലക്ഷനും ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. സോ ഗീവ് ജോബ് സ്പെസിഫിക്കേഷൻ ഓഫ് എംപ്ലോയി. എംപ്ലോയിക്ക് ഏത് തരത്തിലുള്ള ജോലിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നത് അല്ലെ. അത് ആര് തന്നെയാണ്? HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ഏത് ജോലി, ഇപ്പൊ ടെക്നിക്കൽ സ്റ്റാഫ് ആണെങ്കിൽ നമുക്കറിയാം ടെക്നിക്കൽ ആയിട്ടുള്ള നോളജും റിസ്കും റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം അല്ലെ. നഴ്സുമാരുടെ ജോലി എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്യൂട്ടീസ് ആയിരിക്കും. ഒരു റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം ഇന്ന റെസ്പോൺസിബിലിറ്റി ഇന്ന അല്ലെ കാര്യങ്ങളൊക്കെ ടൈം ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഏത് ജോലിക്കും വേണം. അത് കൃത്യമായിട്ട് എംപ്ലോയീസിന് മനസ്സിലാക്കി കൊടുക്കുന്നത് HRM മാനേജ്മെന്റ് ആണ്.
ഓക്കെ, ദെൻ നമുക്ക് ലാസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ലാസ്റ്റിലെ 30th പോയിന്റ് നോക്കുകയാണെങ്കിൽ ഡസ് ജോബ് എൻറിച്ച്മെന്റ്. ഓക്കെ, HRM ഡസ് വേരിയസ് ജോബ് എൻറിച്ച്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെന്റ് ആൻഡ് മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. എന്താണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്? അധികമായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏൽപ്പിക്കും. ഇപ്പൊ നന്നായിട്ട് ഇപ്പൊ ജോലിയിൽ ഇപ്പൊ പ്രവേശിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ചില ജീവനക്കാർക്ക് കുറച്ച് ചുമതലയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. അവർക്ക് ഡ്യൂട്ടി എന്താ പറയാ, ഇന്ന ഡ്യൂട്ടികൾ ചെയ്യുക, റിപ്പോർട്ടുകളൊക്കെ ഇന്ന പേഴ്സണൊക്കെ സബ്മിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും. കുറച്ചും കൂടി കഴിയുമ്പോൾ അവർ നന്നായിട്ട് നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഒരു അധിക ചുമതലകൾ കൊടുക്കും. നിങ്ങൾ എന്താ മീറ്റിംഗ് ഒക്കെ ഇപ്പൊ കുറച്ചും കൂടെ സൂപ്പർവൈസേഴ്സ് ഒക്കെ ആണെങ്കിൽ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. മീറ്റിംഗ് ഒക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അത് എല്ലാവരും കൂടി ഒന്നിച്ചൊക്കെ ആയിരിക്കും വിളിച്ചു കൂട്ടരുത്. കുറച്ചും കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ അധികാരങ്ങളൊക്കെ വിട്ടു നൽകും. മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടാനായിട്ടും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡെയിലി ചെയ്യാനൊക്കെ ആയിട്ട് അവർക്ക് കുറച്ച് അധികാരമൊക്കെ വിട്ടുകൊടുക്കും. അങ്ങനെ ജോബ് എൻറിച്ച്മെന്റ് അല്ലെ, അവരെ കുറച്ചും കൂടിയും അധികാരങ്ങളൊക്കെ ഏൽപ്പിക്കാനായിട്ട്. ജോബ് റൊട്ടേഷൻ, ചിലപ്പോൾ നമുക്കറിയാം എല്ലാ തൊഴിലാളികൾക്കും ഒരേ വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവില്ല അല്ലെ, ഒരു ബോറുടെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല, ഇൻ കേസ് ഒരു ജീവനക്കാരനില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കൂടി അല്ലെ നമുക്ക് ഒരു ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജോബ് റൊട്ടേഷൻ ഒക്കെ എപ്പോഴും നല്ലതാണ് അല്ലെ. ഇൻ കേസ് വന്നില്ല എങ്കിലും മറ്റെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് അവർ ആ ഡ്യൂട്ടിയുടെ ഫ്ലോ ഒരുപോലെ തന്നെ നയിച്ചു പോകും. ഇപ്പൊ ജോബ് റൊട്ടേഷൻ നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു അധികാരങ്ങളൊക്കെ കൈകാര്യം ചെയ്ത HRM മാനേജ്മെന്റ് ആണ് അല്ലെ. ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ ഈ വർക്കുകളൊക്കെ ചെയ്തു പോകാനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക അല്ലെ. ഒരേ ജോലി തന്നെ ചെയ്യാതെ വ്യത്യസ്തമായിട്ടുള്ള ജോലി ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ സൃഷ്ടിച്ചു കൊടുക്കുക. ഇതെല്ലാം വീണ്ടും പഠിച്ചു പോകുന്നുണ്ട് കേട്ടോ. ജോബ് എൻറിച്ച്മെന്റ് എന്താണെന്നും ജോബ് റൊട്ടേഷൻ എന്താണെന്നും എൻലാർജ്മെന്റ് എന്തൊക്കെയാണെന്ന് പഠിച്ചു പോകുന്നുണ്ട്. ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. ജോബ് എൻലാർജ്മെന്റ് ചിലപ്പോൾ കടുപ്പമേറിയൊക്കെ ഒരു ജോലിയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതേ രീതിയിൽ കാറ്റഗറിയിലുള്ള കുറച്ച് പേഴ്സണെ കൂടിയും ചുമതലപ്പെടുത്തിയിട്ട് ആ റിസ്ക് പിടിച്ച് അല്ലെ, നമ്മൾ വലിയ ടാസ്കുകളൊക്കെ ആണെങ്കിൽ അല്ലെ പലരായിട്ട് ഷെയർ ചെയ്ത് ചെയ്യുമ്പോഴെന്താ പ്രത്യേകത, എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റും. ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അങ്ങനത്തെ റിസ്ക് പിടിച്ച വർക്കുകളൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടി പരസ്പരം ഷെയർ ചെയ്ത് തീർക്കാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളൊക്കെ സൃഷ്ടിച്ചു കൊടുക്കുന്നതും HRM മാനേജ്മെന്റ് ആണ്. സോ കുറച്ചും കൂടി അധിക ചുമതല ഏൽപ്പിക്കുന്ന എൻറിച്ച്മെന്റ് ആണെങ്കിലും ജോബ് റൊട്ടേഷൻ ആണെങ്കിലും ജോബ് എൻലാർജ്മെന്റ്, നമുക്ക് വലിയ ടാസ്കുകളൊക്കെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് മാത്രമല്ല, എല്ലാ എംപ്ലോയീസിനെ നല്ല രീതിയിൽ പ്രചോദിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതും ആര് തന്നെയാണ്, HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെയാണോ? 13th പോയിന്റ് ഒക്കെയാണോ? പറയട്ടെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ അധിക ചുമതല, കുറച്ച് അല്ലെ ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റി അത് കൊടുക്കുന്നു. റൊട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്, സ്കൂളുകളിലൊക്കെ റൊട്ടേറ്റ് ചെയ്തിരിക്കുക. അതേ രീതി തന്നെയാണ് ഡ്യൂട്ടി ആണെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് പോവാം. അങ്ങനെ വരുമ്പോൾ ഒരേപോലെ വർക്ക് ചെയ്ത് ബോറടിക്കാനില്ല. എല്ലാവർക്കും വർക്ക് അറിയാനൊക്കെ ആയിട്ട് സാധിക്കുന്നത് കൊണ്ട് ഒരാളുടെ ആബ്സെന്റിസം വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ മൂവ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുമ്പോൾ വലിയ ടാസ്കിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേർക്ക് അല്ലെങ്കിൽ ഹൊറിസോണ്ടലി അവിടെ കുറച്ചും കൂടി പേർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. ഓക്കെ, അങ്ങനെ കുറച്ച് ടൈം നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തു. 14th പോയിന്റ് കൂടെ ഉണ്ട്. നല്ല ഒരു ചെറിയ പോയിന്റ് ആണ്. ഡെവലപ്പ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. അതായത് പരസ്പരം നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. HRM gives support to develop and maintain cordial relationship between labor and management. അതായത് തൊഴിൽ സംഘടനകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം മാനേജ്മെന്റും അവരുടെ തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും ഇടനിലക്കാനായിട്ട് പ്രവർത്തിക്കുന്നത് HRM ഡിപ്പാർട്ട്മെന്റ് ആണ്. 14th പോയിന്റ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ അറിയാവുന്ന സിമ്പിൾ കാര്യങ്ങളാണ് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ആണോ? എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ചേ എടുത്തുള്ളൂ. 2 അവർ കൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തു തരുന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം. നെക്സ്റ്റ് ഡേയിൽ വരുമ്പോൾ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ.
താങ്ക് യു തന്നെയാ പറയുന്നത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഡേയിൽ കാണാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. താങ്ക് യു മാം.